നമുക്കിവിടെ കെ സി വേണു സാറിനോടും അമൃത ഹോസ്പിറ്റലിനോടും എല്ലാവരോടും നമുക്ക് നന്ദിയേ ഉള്ളൂ. ഇത്തരം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും സഹായിച്ചതിനും കൂടെ ഉണ്ടായതിനും എല്ലാത്തിനും നമുക്ക് നന്ദിയുണ്ട്. അപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സന്തോഷമുള്ളൂ. സർക്കാർ ചികിത്സാ ചെലവ് വഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ സംസാരം ഉണ്ടായിട്ടില്ല. അല്ല, നമുക്കിവിടെ കെ സി വേണുഗോപാൽ സാർ അവരാണ് വിളിച്ചുകൊണ്ട് സംസാരിച്ച് ഇവിടെ കാണാൻ വന്നതും അവർ നോക്കിയതും ചികിത്സാ ചെലവെല്ലാം നോക്കിയതും എല്ലാം അവരാണ്. സോ നമുക്ക് അവരോട് നല്ല നന്ദിയുണ്ട്. സർക്കാർ നമ്മളെ ഒരു വട്ടം വിളിച്ചു, പിന്നെ റെസ്പോൺസും കാര്യങ്ങളും ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വട്ടം തന്നെ വിളിച്ച മന്ത്രി സംസാരിച്ചായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും ഒരു വട്ടം നമ്മുടെ MLA വിളിച്ചായിരുന്നു, HS സലാം വിളിച്ചായിരുന്നു. അതല്ലാണ്ട് വേറെ ആരും ആരോഗ്യവകുപ്പിൽ നിന്നാണെങ്കിലും വേറെ സ്ഥലത്തു നിന്നൊന്നും നമ്മളാരും വിളിച്ചിട്ടില്ല. ഇല്ല, നമുക്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പോലീസ് അവിടെയായിട്ട് കണക്ട് ചെയ്യണം എന്നാണ്. അവിടെ ഹോസ്പിറ്റലിൽ വീട്ടിൽ ചെന്നിട്ട് എല്ലാം നോക്കണമെന്നാണ്. എല്ലാ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എല്ലാവരും കാണട്ടെ എന്താണ് ചെയ്തതെന്ന് എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഇവിടെ കാണുമെന്ന്. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും കാണുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. സ്ത്രീക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ ഒരുപാട് സമരം ചെയ്യേണ്ടി വന്നു, കയറി ഇറങ്ങേണ്ടി വന്നു. ഒരു അനുഭവം മുന്നിലുണ്ട്. സോ അവരുടെ അനുഭവം നമുക്ക് വരാതിരിക്കണം നമ്മുടെ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ഒരേപോലെ അനുഭവിക്കണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് നല്ല ചികിത്സ കിട്ടി. നമുക്ക് ഏറ്റവും ബെറ്റർ അതായിരുന്നു, നമുക്കത് കിട്ടി. നമ്മുടെ ആശ്വാസമാണ്. ചികിത്സയുടെ സമയത്തും സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് മന്ത്രി വിളിച്ചപ്പോൾ ഇവിടുത്തെ ചികിത്സയിലൊക്കെ നോക്കും, വിളിക്കും, സംസാരിക്കുന്നു. പക്ഷേ നമുക്കറിയത്തില്ല ഇവിടെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. നമ്മളെ പേഴ്സണലായിട്ട് ഒരു വട്ടം വിളിച്ചിട്ടുള്ളൂ, ഒരു വട്ടം വിളിച്ച് സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വിളിച്ചതും എനിക്കറിയത്തില്ല കേട്ടോ. വിളിച്ചു അത് നമുക്ക് ഇനി 17-ാം തീയതി ഒന്നും കൂടി ഇവിടെ വന്നിട്ട് ചെക്കപ്പ് ഉണ്ട്. പിന്നെ സ്റ്റിച്ച് എടുത്തിട്ടില്ല. സ്റ്റിച്ച് ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ അത് നോക്കി എന്നിട്ട് എടുക്കത്തുള്ളൂ. അതിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ, ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ല രീതിയിൽ കുറവുണ്ട്, അതുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്.